ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. എന്തുകൊണ്ട് വിജയ്? എല്ലായിടത്തും വിജയ്ക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. സിനിമയിലാകട്ടെ പ്രശ്നങ്ങളോട് പ്രശ്നം. ഇപ്പോൾ അതാ പൊളിറ്റിക്സിൽ പോയപ്പം അവിടെയും പ്രശ്നം. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേക്ക്. അപ്പോൾ ഒരു മേജർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു മേജർ മാറ്റർ നിങ്ങളോട് പറയാനുള്ളത് എന്തുകൊണ്ട് വിജയ്? കാരണം കുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യലായിട്ട് ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നത് ദളപതി വിജയ് ആയതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പല കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. BJP-ക്കെതിരെയുള്ള സംസാരങ്ങൾ നമ്മൾ മെർസൽ സിനിമയിലൊക്കെ കണ്ടതാണ്, കത്തി സിനിമയിൽ കണ്ടതാണ്, വേറെ സംസാരങ്ങൾ. അങ്ങനെ അദ്ദേഹം തലൈവ സിനിമയൊക്കെ വന്നപ്പം വീണ്ടും ഒരു തലൈവൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ടൈം ടു ലീഡ് എന്നൊക്കെ ടൈറ്റിലൊക്കെ ഇട്ടപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സികൾ ഒരുപാടുകൾ ഉണ്ടായതാണ്. എന്തുകൊണ്ടാണ് ദളപതി വിജയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്, നേരിടുന്നത്? വിജയുടെ സിനിമയ്ക്ക് മാത്രം ഒരു പ്രശ്നം വരുന്നത്, ഇഷ്യൂ വരുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം ചെയ്യുന്നത് തെറ്റായതുകൊണ്ടാണോ? അല്ല, അദ്ദേഹം മറ്റുള്ളവർ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഇവിടെയുള്ള തമിഴിലുള്ള സൂപ്പർ സ്റ്റാർസിനെയൊക്കെ പോലെ അവരെ പ്ലീസ് ചെയ്യാതെ, അതായത് അവരോട് സഹകരിച്ച് അവരെ സ്നേഹിച്ച് അവരുടെ താല്പര്യങ്ങൾക്കൊക്കെ നിന്നുകൊടുത്ത് ഒരു നട്ടെല്ലുമില്ലാത്ത അഭിപ്രായങ്ങൾക്കൊക്കെ വളഞ്ഞുകൊടുത്ത് അവരുടെ കൂടെ ഒരു അഭിപ്രായ വ്യത്യാസവും പറയാതെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും നിൽക്കാതെ ആ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു എതിരാളികൾക്ക് വേണ്ടി മാത്രം കൂടെ നിന്ന് അവരെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് കൂടെ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ സൂപ്പർ സ്റ്റാർസിനൊന്നും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. എല്ലാം വരുന്നത് ദളപതി വിജയ്ക്ക് മാത്രമാണ്. അത് നിങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചാൽ വരും. ഇന്ന് നിങ്ങൾ ലാസ്റ്റ് ഒരു 10 വർഷം എടുത്തു നോക്ക്, 15 വർഷം എടുത്തു നോക്ക്. ഈ ദളപതി വിജയ് അല്ലാതെ ഒരു സിനിമയിൽ പ്രശ്നം വന്ന് ഇറക്കാൻ റിലീസ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സെൻസർ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇന്ന കോൺട്രവേഴ്സി അല്ലെങ്കിൽ അന്ന കോൺട്രവേഴ്സി ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഒരു സിനിമ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. ഏതെങ്കിലും ഒരു ഇഷ്യൂ വന്നേല് നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. വന്നിട്ടില്ല, ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുമില്ല, വന്നിട്ടുമില്ല. കാരണം അവരൊക്കെ ആ ഭരിക്കുന്ന സർക്കാരിനെ എല്ലാവരെയും സഹകരിച്ച് സൂചിപ്പിച്ചു പോകുന്നവരായതുകൊണ്ടാണ്. പക്ഷെ ദളപതി വിജയ് അങ്ങനെ ആയിരുന്നില്ല. അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കെതിരെ രൂക്ഷ വിമർശനം നൽകിയിട്ടുണ്ടായിരുന്നു, അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ആ സോഷ്യൽ ഇഷ്യൂ, ആ ഒരു സോഷ്യലിസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ദളപതി വിജയ് എല്ലാത്തിനും ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് സിനിമ ഇറക്കാൻ സമ്മതിക്കുന്നില്ല, പൊളിറ്റിക്സിൽ പോയപ്പോൾ അവിടെ നിന്ന് പ്രശ്നം, വേറെ പ്രശ്നങ്ങൾ. പിന്നെ ലിയോ സിനിമ ഇറങ്ങിയപ്പോൾ സിഗരറ്റ് നാരടി പാട്ടിൽ സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞ് വിജയ് സിഗരറ്റ് വലിക്കണോണ്ട് എല്ലാവരും കേടായി പോകും, തെറ്റായി പോകുമെന്ന് ഒരാളെ കൊണ്ട് ഇറക്കി സംസാരിപ്പിച്ച ആ ഒരു ആ ഒരു അറസ്യലുള്ളതാണ് തമിഴ്നാട്ടിൽ. അതായത് വിജയ് സിഗരറ്റ് വലിച്ചപ്പോൾ എല്ലാവരും വലിക്കും, വിജയ് കാണിക്കുന്നത് തെറ്റാണ്. ഇവിടെ ഓരോരുത്തന്മാർ സിനിമയിൽ വന്ന് സിഗരറ്റ് വലിക്കുന്നതും പെണ്ണ് പിടിക്കുന്നതും കഞ്ചാവ് അടിക്കുന്നതും കള്ളു കുടിക്കുന്നതും ഒന്നും ആരും കണ്ട് എല്ലാവരും അത് ഇൻഫ്ലുവൻസ് ആവുന്ന. വിജയ് സിഗരറ്റ് വലിച്ചാൽ അതെല്ലാവരും ഇൻഫ്ലുവൻസ് ആകും, അത് വിജയ് ചെയ്തത് തെറ്റാണ്. പിന്നെ പുകയില കിക്ക് എന്നൊക്കെ ലിറിക്സ് ഒക്കെ വരുന്നു, അതൊക്കെ തെറ്റാണ്. അപ്പോൾ ഈ മറ്റേ വടിവേലു പറഞ്ഞ ഡയലോഗാണ്, അതായത് മറ്റാരെന്ത് ചെയ്താലും കുഴപ്പമില്ല, വിജയ് ചെയ്താൽ അത് തെറ്റാണ്. വിജയ് ചെയ്താലാണ് അതെല്ലാവരും. നിങ്ങൾ മങ്കാത്ത സിനിമ ഒന്നും കണ്ടിട്ടില്ലെന്നോ ഒന്നും, അല്ലെങ്കിൽ ഇത് എത്ര സിനിമകളാണ് സിഗരറ്റ് വലിക്കുന്നത്, പെണ്ണു പിടിക്കുന്നത്. ഞാൻ മങ്കാത്ത തന്നെ എടുത്തു പറഞ്ഞത് മങ്കാത്തക്ക് ഇപ്പോൾ റിലീസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ റിലീസ് ഉള്ള ഒരു സിനിമയാണ് മങ്കാത്ത സിനിമയ്ക്ക് കണ്ടവർ അതൊന്നും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടമേ അല്ല. അപ്പോൾ ആ സിനിമയിലും എന്തൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും ഒരു കുറ്റമായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല, ആരും ചെയ്തിട്ടുമില്ല, ആരും അങ്ങനെ അത് ഉദ്ദേശിച്ച് കാണിച്ചിട്ടുമില്ല. അതേ സിനിമ റിലീസിനും ഇപ്പോൾ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം ഇതിവിടെ ചെയ്യുന്നത് തല അജിത്തോ അല്ലെങ്കിൽ സൂര്യ, രജനിയോ, കമലഹാസനല്ല. പ്രശ്നം വരുന്നത് ദളപതി വിജയ് പടമാണോ അതൊരു പ്രശ്നം വരുത്തണം? അതെന്തിനാണ് ആ പ്രശ്നം വന്നത്? അതങ്ങനെ വരാൻ പാടില്ലല്ലോ. ദളപതി വിജയ് വന്നാൽ അതൊരു പ്രശ്നമാണ്, അതൊരു ഇഷ്യൂ ആണ്, അതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടി നടക്കുകയാണ്. അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഒരു സിനിമയെ ഇതുവരെ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സിനിമയുടെ അത് റിലീസ് ചെയ്ത് എപ്പോഴേ കഴിയേണ്ട സിനിമയെ അവർ പിടിച്ചു നിർത്തുന്നു. ആ സിനിമയെ ഒരു കേസ്, ഇത്രയും വലിയൊരു കേസാവുന്നു, കോൺട്രവേഴ്ഷ്യൽ ആവുന്നു, ലോക്കൽ ചാനൽ തൊട്ട് നാഷണൽ ചാനൽ വരെ ട്രെൻഡിങ് ആവുന്നു. ഈ സിനിമയ്ക്കെതിരെ എല്ലാ ഇൻഡസ്ട്രിയിലും സംസാരങ്ങൾ വരുന്നു. എന്തുകൊണ്ടൊരു സിനിമ റിലീസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് സെൻസർ ബോർഡ് ഇങ്ങനെ ചെയ്യുന്നു? അപ്പോൾ അതേ സെൻസർ ബോർഡ് തന്നെ
അത്രയ്ക്കും ഫാസ്റ്റായിട്ട് അപ്പീൽ കൊടുക്കുന്നു, അതിനെ സ്റ്റേ വാങ്ങിക്കുന്നു, അടുത്ത നെക്സ്റ്റ് ഹിയറിംഗിലാക്കുന്നു, അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലോയേഴ്സിനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്കും എന്തോ കഠിനമായിട്ടുള്ള ടോപ്പിക്ക്, റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അവരെ പൊള്ളിപ്പിക്കുന്ന ടോപ്പിക്ക് സിനിമയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലുള്ളത്. അത് എന്താണ് സംഭവിക്കുന്നത്, ഒരു സിനിമ അവർ റിലീസ് ചെയ്യാൻ ഇത്ര പേടിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഇത്തരം ഇപ്പം സത്യം പറഞ്ഞാൽ ഹൈപ്പിൻ്റെ അങ്ങേയറ്റമായിട്ടുണ്ട് ഒരു സിനിമ. ചുമ്മാതെ അവർ മാക്സിമം അത് കെട്ടുണർത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ കെട്ടുണർത്തില്ല, അത് തീർച്ചയായിട്ടും പൊങ്ങി വരെ തന്നെ ചെയ്യും. സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് ആ സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന അന്നൊക്കെ നിങ്ങൾ കണ്ടോ, ഇത്രയും വലിയൊരു ഫെയർവെൽ വേറെ ഒരു നടനം വരാൻ പോകുന്നില്ല. അത് കണ്ടതിന് നിങ്ങൾക്ക് ഇതിനോട് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഒരു പ്രശ്നം നിങ്ങൾ പറയാം, ഏതൊരു സിനിമയ്ക്കാണ് പ്രശ്നം വന്നിട്ടുള്ളത്? തളപതി വിജയ് സിനിമയ്ക്ക് അല്ലാതെ. അത് എക്സ്പെക്റ്റഡ് ആണ്, വിജയ് ഫാൻസിന് നന്നായിട്ട് അറിയാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് എക്സ്പെക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പറ, നിങ്ങളുടെ ഇഷ്ടതാരത്തിൻ്റെ ഏതൊരു സിനിമയ്ക്കാണ് അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വന്നതെന്ന് കൂടെ കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്, നിങ്ങൾക്ക് അതിനോട് യോജിക്കാതിരിക്കാം. നിങ്ങൾക്ക് യോജിക്കാതിരിക്കുവാണെങ്കിൽ അതിന് കമൻറ്റും ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം, അതിനോട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ അതിന് യാതൊരു തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്ത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗൈസ്. ലവ് യു ഗൈസ്.